നല്ലൊരു കൊച്ചു സിനിമ തന്നെയാണ് സൂപ്പർ ജെമിനി. കാരണം മീനാക്ഷിയുടെ പെർഫോമൻസ്, ബാലതാരമായിട്ടുള്ള പെർഫോമൻസ് ഗംഭീരമാണ്. കാരണം മീറ മർബ്ബറിന് ശേഷം മീനാക്ഷി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡോക്ടർ രജിത് കുമാർ ഏട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മെമ്പറായിട്ടുള്ള ക്യാരക്ടർ ആദ്യം കാണുമ്പോൾ മെമ്പറിനെ നമുക്ക് സ്നേഹിക്കാൻ തോന്നും, പിന്നെ കാണുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവൾ ചെയ്തിരിക്കുന്നു. കാണുമ്പോൾ അവസാനം ക്ലൈമാക്സ് എനിക്ക് മറ്റേ ക്യാരക്ടർ ഭയങ്കര ദേഷ്യം വന്നു. പക്ഷേ രണ്ടു വെച്ച് കണ്ടിരുന്നു. പക്ഷേ ഇതിൽ സീമാജി നായരാണെങ്കിലും ജയകൃഷ്ണനായിട്ടാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കലാഭവൻ രാമൻകുട്ടിയല്ലേ, രാമൻകുട്ടിയില്ലേ മറ്റേ ഇതിലായിട്ട്, മറ്റേ നാരായണൻകുട്ടി, കലാഭവൻ നാരായണൻകുട്ടി എന്നുള്ള ഇത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കലാഭവൻ റഹ്മാൻ ഗംഭീര ഒരു കൊച്ചു സിനിമ തന്നെ എന്ന് പറയാം. സൂപ്പർ ജെമിനി ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. ഒരു ഗ്രാമീണ പശ്ചാത്തലമാക്കിയ ഒരു കൊച്ചു സിനിമ. അപ്പോൾ രഞ്ജിത്തേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ രഞ്ജിത്തേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. കാരണം നമ്മൾ സുരേട്ടൻ്റെ ഒരു സിനിമ ചെയ്തായിരുന്നല്ലോ, ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയ്ക്ക് ശേഷം ഒരു നല്ലൊരു കൊച്ചു സിനിമ തന്നെ പറയാം. ആൾക്കാരിലേക്ക് എത്തുക സിനിമ. അപ്പോൾ നല്ലൊരു വെറൈറ്റി സിനിമയാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണണ്ട. ഓക്കെ.